44ാമത് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന് ഞായറാഴ്ച തിരശ്ശീല വീഴും. ഇന്ത്യ ഉൾപ്പെടെ 118 രാജ്യങ്ങളിൽ നിന്നായി 2500ഓളം പ്രസാധകർ മേളയിൽ സജീവമായി പങ്കെടുത്തു. ഷാർജ ബുക്ക് അതോറിറ്റിയായിരുന്നു സംഘാടകർ. മലയാളം ഇത്തവണയും മേളയിൽ സജീവ സാന്നിധ്യം അറിയിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും വായനക്കാരുമായി ലോകത്തിലെ ഏറ്റവും വലിയ മഹാമേള എന്ന പേരുമായാണ് ഷാർജ പുസ്തകമേളയ്ക്ക് കൊടിയിറങ്ങാൻ പോകുന്നത്. ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേളയ്ക്ക് വേദിയായത്. ഇത്തവണ 1224 അറബ് പ്രസാധകരും 1166 വിദേശ പ്രസാധകരും പങ്കെടുത്തു. ഇന്ത്യ ഉൾപ്പെടെ 66 രാജ്യങ്ങളിലെ 250 അതിഥികൾ സജീവമായിരുന്നു. ഇതിൽ മലയാളത്തിന്റെ പ്രിയ കവി കെ സച്ചിദാനന്ദൻ, ഇ സന്തോഷ് കുമാർ, KR മീര എന്നിവരെ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചു. ഇത്തവണ 10 രാജ്യങ്ങൾ ആദ്യമായി പുസ്തകോത്സവത്തിൽ പങ്കെടുത്തു. ഗ്രീസ് ആയിരുന്നു അതിഥി രാജ്യം. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി പുസ്തകോത്സവത്തിന് ഇത്തവണയും നേരിട്ട് ചുക്കാൻ പിടിച്ചു. നിങ്ങൾക്കും പുസ്തകത്തിനുമിടയിൽ എന്നുള്ളത് തന്നെ പുസ്തകത്തെ ഏതൊക്കെ രീതിയിൽ മനുഷ്യരിലേക്ക് അടുപ്പിക്കാം എന്ന് ഓരോ വർഷവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. മലയാളത്തിൽ നിന്നും നിരവധി പുസ്തകങ്ങളും പുസ്തക പ്രസാധകരും മേളയുടെ ഭാഗമായി. റൈറ്റേഴ്സ് ഫോറത്തിൽ 12 ദിവസവും നിരവധി പുസ്തക പ്രകാശനങ്ങൾക്ക് വേദിയായി. ഇത്തവണ പുസ്തകോത്സവത്തിനൊപ്പം 1200 സാഹിത്യ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. വായനക്കാരനും പുസ്തകത്തിനുമിടയിലെ സംവേദനത്തിന്റെ മനോഹരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഷാർജ പുസ്തകമേളയ്ക്ക് കൊടിയിറങ്ങുന്നത്. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം എൽവിസ് ടുമാർ, ജയ്ഹിന്ദ് ന്യൂസ്. Middle East This Week, an Elvis Chumar TV show.